കോമ്പറ്റീറ്റർ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിഫറൻസിയേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് ഡിഫറൻസിയേഷൻ? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഡെറിവേറ്റീവ് അല്ലേ. നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിഫറൻസിയേഷനെ പറ്റിയുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട്സും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ഇനി എന്തിനാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഒരു പാരാമീറ്റർ മറ്റൊരു പാരാമീറ്ററിനെ അനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിലോ, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ ആ ബോഡിയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ബോഡിയുടെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഡിഫറൻസിയേഷൻ നോക്കാം. സപ്പോസ് എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് എ ഈസ് എ പോയിന്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ, ദെൻ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ ഈസ് ഡിഫൈൻഡ് ബൈ limit of x tends to 0 f of a plus h minus f of a divided by h provided the limit exists. എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. എന്താണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ? ഫംഗ്ഷന്റെ വാല്യൂസ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിന് പറയുന്ന പേരാണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് എഫ്. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റ് എന്താ? ഡൊമൈൻ, എഫിന്റെ ഡൊമൈനിലുള്ള ഒരു പോയിന്റ് ആണ്. ഇനി നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്നത്? ലിമിറ്റ് ഓഫ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. എങ്ങനെയാ? ലിമിറ്റ് ഓഫ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിലും നമുക്കറിയാം അല്ലേ, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ ഫംഗ്ഷൻസും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് നൊട്ടേഷനിലേക്ക് പോവാം. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം അല്ലേ. ഇനി y ഡാഷ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് dy ബൈ dx. അതുപോലെ തന്നെ ഇനി എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം? df ബൈ dx എന്ന് നൊട്ടേറ്റ് ചെയ്യാം. y 1 എന്ന് നൊട്ടേറ്റ് ചെയ്യാം. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ്, y ഡാഷ് dy ബൈ dx, df ബൈ dx, y1 ഇങ്ങനെയൊക്കെ നൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ ഏത് ചോദിച്ചാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതുപോലെ ഒരു കാര്യം കൂടി ഓർക്കുക, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ ആണെന്ന് ഓർക്കുക. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ് ഈ dy ബൈ dxഉം df ബൈ dxഉം ഒക്കെ. ഇനി നമ്മൾ ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ആണ് നോക്കുന്നത്. ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ്. ലെറ്റ് എഫ് ജി ബി ടു ഫംഗ്ഷൻസ്. എഫ് എന്നും ജി എന്നും പറയുന്നത് എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. ഒന്നാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ഫംഗ്ഷൻസ്, എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻസിൻ്റെ സം എടുത്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിനോട് ഈക്വൽ ആണ് ഓരോരോ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ആഡ് ചെയ്യുന്നത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. അങ്ങനെയാണ് അഡീഷൻ ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, അതിൻ്റെ തന്നെ സബ്ട്രാക്ഷൻ തന്നെ. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. അതെങ്ങനെയാണ് വരുന്നത്? രണ്ട് ഫംഗ്ഷൻസിൻ്റെ എഫും ജിയും എക്സിലുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിനോട് ഈക്വൽ ആണ് ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് ഡിഫറൻസ് എടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ഏതാ? പ്രൊഡക്റ്റ് റൂള്. പ്രൊഡക്റ്റ് റൂൾ എങ്ങനെയാണ് നമുക്കറിയാവുന്നതാണ്. രണ്ട് ഫംഗ്ഷൻസ്, ഇപ്പം യുവും വിയും രണ്ട് ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. ഏതിലുള്ളത്? എക്സിലുള്ള ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. യു വി ദ ഹോൾ ഡാഷ്. നമുക്കറിയാം ഡെറിവേറ്റീവ് എങ്ങനെ ഡിനോട്ട് ചെയ്തത്? ഡാഷ് വെച്ചിട്ടാണ്. ഡാഷ് യു വി ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. എന്താ പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ? രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് second function into derivative of
ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ യു വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. ഇത് നമ്മൾ പഠിക്കേണ്ട റൂളാണ്. കാണാതെ പഠിച്ചില്ലെങ്കിലും മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അടുത്തത് കോഷ്യൻ റൂൾ. അതെങ്ങനെയാണ് വരുന്നത്? യു ബൈ വി, യുവും വിയും രണ്ട് ഫംഗ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. യു ബൈ വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഓർക്കുക, ഇവിടെ അഡീഷൻ ആണ് വരുന്നത്, ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പം ഇതാകുമ്പം എങ്ങനെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ സബ്ട്രാക്ഷൻ്റെ സമയത്ത് ഇത് തിരിഞ്ഞു പോകാതെ നോക്കാം. എങ്ങനെ ഓർത്തിരിക്കുന്നത്? ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ എപ്പോഴും വരുന്നത് എങ്ങനെയായിരിക്കും? ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ആയിരിക്കും. എങ്ങനെയാ? യു ബൈ വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഓർക്കുക, തുടങ്ങുന്നതും ഡിനോമിനേറ്റർ ആയിരിക്കും. വി വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. ഡിവൈഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ വരുന്നതും സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ ആയിരിക്കും. അത് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഓൾജിബ്ര ഫംഗ്ഷൻസ്? ആദ്യം നമ്മൾ പഠിച്ച രണ്ടെണ്ണത്തിൽ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണ് ഡെറിവേറ്റീവ്സിൽ വരുന്നതെന്നാണ് നോക്കുന്നത്. എങ്ങനെയാ? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. രണ്ടാമത്തെ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് റൂൾ എങ്ങനെയാ? യു വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. നാലാമത്തെ കോഷ്യൻ റൂള് യു ബൈ വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇനി നമ്മൾ ഈ റിസൾട്ട്സ് യൂസ് ചെയ്ത് കുറച്ച് ഫംഗ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഡി ബൈ ഡി എക്സ് ഓഫ് 10x. അപ്പോൾ നമ്മൾ ഏത് റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്താ? 10 ആണ്. അപ്പം നമുക്ക് 10 പുറത്തോട്ട് എടുക്കാം. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് വരും. അതെന്താ? ഒന്നാമത്തെ റിസൾട്ടിൽ നമ്മൾ പഠിച്ചതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 10 ഇൻറ്റു 1 ഈക്വൽ ടു 10. അപ്പോൾ 10xൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരുന്നത്? 10 എന്ന് വരും. ഇനി രണ്ടാമത്തെ ഡി ബൈ ഡി എക്സ് ഓഫ് 21 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അല്ലേ? അത് ഏതൊരു കോൺസ്റ്റൻ്റ് ആയിക്കോട്ടെ, 21 10 100 ഏത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്കിത് 0 എന്ന് കിട്ടി. ഇനി അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ഈ ഫോമിലുള്ളതല്ലേ? ഇവിടുത്തെ എന്ത് കിട്ടി നമുക്ക്? n ഈസ് ഈക്വൽ ടു 2. ഈ ഒരു റിസൾട്ടിൽ n ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 അല്ലേ? ഇവിടുത്തെ n 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. n ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 വരും. എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2x. അപ്പം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഈക്വൽ ടു 2x. ഇനി അടുത്തത് എക്സ് റേസ് ടു 7. എക്സ് റേസ് ടു 7 വന്നാലും ഏത് റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഈ റിസൾട്ട് തന്നെ. ഇവിടുത്തെ എന്നിൻ്റെ സ്ഥാനത്ത് 7 വന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ? 7 ഇൻറ്റു n ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 7 മൈനസ് 1. 7 മൈനസ് 1 6. 7 എക്സ് റേസ് ടു 6 എന്ന് വരും. നമുക്കിത് ഒന്നുകൂടെ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 10x ഇസ് ഈക്വൽ ടു 10. ഡി ബൈ ഡി എക്സ് ഓഫ് 21 ഈക്വൽ ടു 0. കാരണം എന്താ? 21 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x. ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 7 ഈക്വൽ ടു 7 എക്സ് റേസ് ടു 6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് 2x ക്യൂബ് പ്ലസ് 3. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഓൾജിബ്ര ഡെറിവേറ്റീവ് ഫംഗ്ഷൻസ് അനുസരിച്ച് ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് 2x ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3. ഇതിൽ നിന്ന് നമുക്ക് 2 കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കാം. അതുപോലെ തന്നെ ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് 0 വരും. ഈക്വൽ ടു 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ്. ഇവിടെ നമ്മൾ ഏത് റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്? ഈ റിസൾട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n ഇസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? 2 ഇൻറ്റു ഈ 2. ഇവിടുത്തെ n 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1. 2 ഇൻറ്റു 3 6 വരും. ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 2 വരും. ഈക്വൽ ടു 6x സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം ഇത് രണ്ടാക്കി എഴുതി. ഡി ബൈ ഡി എക്സ് ഓഫ് 2x ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3. ഇത് 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇസ് ഈക്വൽ ടു 0 വന്നു. ഇനി
2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് വന്നു. എക്സ് ക്യൂബ് ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്തു. എങ്ങനെയാണ് വന്നത്? 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 ഈക്വൽ ടു 6 എക്സ് റേസ് ടു 2, അതായത് 6 എക്സ് സ്ക്വയർ ആൻസർ ആയിട്ട് വരും. ഇത് നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ്. ഈ 1 ബൈ എക്സ് എന്നുള്ള ഫോമിൽ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോഷ്യൻ റൂൾ വെച്ച് ചെയ്യാം. അതൊക്കെ കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ 1 ബൈ എക്സിനെ എക്സ് റേസ് ടു -1 എന്ന് എഴുതും. എക്സ് റേസ് ടു -1. 1 ബൈ എക്സ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് റേസ് ടു 1 അല്ലേ? അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ ആകുമ്പോൾ മൈനസ് സൈനും കൂടെ വരും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യും? ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -1. ഈ ഫോമിൽ ആയി കഴിയുമ്പോൾ ഏത് റിസൾട്ട് വെച്ച് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം? എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n-1. ഇവിടുത്തെ n ഏതാ വരുന്നത്? -1 വരും. അപ്പോൾ -1 ഇൻറ്റു എക്സ് റേസ് ടു -1 -1 അങ്ങനെ വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്തെഴുതുമ്പോഴോ മൈനസ് എക്സ് റേസ് ടു -2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് 1 ബൈ എക്സിനെ എക്സ് റേസ് ടു -1 എന്ന് എഴുതിയ പോലെ തന്നെ മൈനസ് എക്സ് റേസ് ടു -2വിനെ 1 ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ്, ഇതാണ് ആൻസർ. ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് -1 ബൈ എക്സ് സ്ക്വയറാണ്. ആദ്യം നമ്മൾ 1 ബൈ എക്സിനെ എക്സ് റേസ് ടു -1 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എക്സ് റേസ് ടു എന്നിൻ്റെ ഫോമുല വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം ഈ -1 ആക്കി എക്സ് റേസ് ടു -2വിനെ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന ഫോമിലോട്ട് എഴുതി. അപ്പോൾ 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -1 ബൈ എക്സ് സ്ക്വയർ. ഇനി അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 2/5. ഇത് എങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്? ഈ ഫോമുല യൂസ് ചെയ്ത് തന്നെ ചെയ്യുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ n എന്ന് പറയുന്നത് ഒരു ഒറ്റ നമ്പർ ആയിട്ടായിരുന്നു ഇത്രയും നേരം എടുത്തോണ്ടിരുന്നത്. -1, 2 അങ്ങനെയൊക്കെ എടുത്തോണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നതെങ്കിലും ഒരു മാറ്റവും ഇല്ല. n ഇൻറ്റു 2/5 ഇൻറ്റു എക്സ് റേസ് ടു 2/5 -1 അങ്ങനെ ചെയ്യും. അതെങ്ങനെയാണ് വരുന്നത്? 2/5 ഇൻറ്റു 2/5 -1 എന്താ? -3/5 എക്സ് റേസ് ടു -3/5. ഇതാണ് ആൻസർ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 2/5 എന്ന് പറയുന്നത് 2/5 ഇൻറ്റു ആദ്യം നമ്മൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഫോമുലയിൽ എടുത്തത് 2/5 ഇൻറ്റു എക്സ് റേസ് ടു 2/5 -1 വിച്ച് ഈസ് ഈക്വൽ ടു 2/5 ഇൻറ്റു എക്സ് റേസ് ടു -3/5. അടുത്ത ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. റൂട്ട് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഫോമുലയിലേ കിടക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റൂട്ട് എക്സിനെ എങ്ങനെ എഴുതും? എക്സ് റേസ് ടു 1/2 എന്ന് എഴുതും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1/2 എങ്ങനെ എഴുതാൻ നമുക്കറിയാം അല്ലേ? ഏത് ഫോമാണ് യൂസ് ചെയ്യുന്നത്? എക്സ് റേസ് ടു എന്നിൻ്റെ ഫോമുല യൂസ് ചെയ്യണം. അങ്ങനെ ഇവിടുത്തെ n 1/2 എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 -1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 -1 എത്രയാ? -1/2. ഈ -1/2നെ നമ്മൾ റൂട്ടിനെ ഇവിടെ 1/2 ആയിട്ട് എഴുതി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ 1/2 ഇൻറ്റു 1/2 റൂട്ട് എക്സ് എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. എങ്ങനെയാണ് നമ്മളിത് ചെയ്തത്? ആദ്യം റൂട്ട് എക്സിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ എക്സ് റേസ് ടു n ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n-1. ഇവിടെ n ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 -1 which is equal to 1/2 into x raised to -1/2. 1/2 -1 -1/2 ആണ്. ഇനി ഈ റൂട്ട് എക്സ് എക്സ് റേസ് ടു 1/2 എന്ന് എഴുതിയ പോലെ തന്നെ റൂട്ട് എക്സ് എന്ന് എഴുതും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് അത് ഡിനോമിനേറ്ററിൽ വരും വിച്ച് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് വരും. ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറയുന്നത് -1/x സ്ക്വയറും ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ്. ഇത് രണ്ടും പഠിച്ചു വെക്കാം. നമ്മൾ ഇനി ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. രണ്ടാമത്തേത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഓർത്തിരിക്കുക, സൈൻ എക്സിന്റെ കോസ് എക്സ്, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. ഇനി അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? sec square x. d by dx of tan x is equal to
സീക്ക് സ്ക്വയർ എക്സ്. അടുത്തത് കോട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ്. ഏറ്റവും ലാസ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഒന്നുകൂടെ പറയാം. സൈൻ എക്സിൻ്റെ കോസ് എക്സ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ്, കോട്ട് എക്സിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്, സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ്, കൊസീക്ക് എക്സിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഇതിൻ്റെ ഇടയ്ക്ക് 3 പ്ലസും 3 നെഗറ്റീവും അല്ല. അതെങ്ങനെയാണ് നോക്കുന്നത്? കോ 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 എന്ന് വരുന്നു. കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും മൈനസ് സൈൻ വരും. കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്, കോട്ട് എക്സിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്, അടുത്ത കൊസീക്ക് എക്സിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വെക്കുക. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ചെയ്യാനുള്ളതാണ്. നമുക്കിനി ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തേത് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം, 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നതാണ്? വൈ ഡാഷ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. ഇത് രണ്ടും ഈക്വൽ ആണ്. നമ്മൾ എന്താണ്? ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക പ്ലസ് സൈൻ എക്സിൻ്റെ. എക്സ് സ്ക്വയറിൻ്റെ എന്താ നമ്മൾ കണ്ടുപിടിച്ചു? നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച എന്താ? 2x. സൈൻ എക്സിൻ്റെ ഏതാ? കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് കോസ് എക്സ്. അടുത്തത് y ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് എക്സ് റേസ് ടു 1/3 പ്ലസ് സീക്ക് എക്സ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. റൂട്ട് എക്സിന് നമുക്ക് കണ്ടുപിടിച്ചതല്ലേ? എന്താ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് മൈനസ് ഈ മൈനസ് സൈൻ ഇട്ടു എക്സ് റേസ് ടു 1/3യുടെ ഡെറിവേറ്റീവ് എന്താണ്? 1/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 മൈനസ് 1 പ്ലസ് സീക്ക് എക്സ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ ആയില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് മൈനസ് 1/3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2/3 പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, മൈനസ് ഇട്ടു. എക്സ് റേസ് ടു 1/3യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, മൈനസ് ഇട്ടു. അതുപോലെ തന്നെ സീക്ക് എക്സിൻ്റെ കണ്ടുപിടിച്ചു. റൂട്ട് എക്സിൻ്റെ നമ്മൾ 1/2 റൂട്ട് എക്സ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ് ആണെന്നും അറിയാം. അങ്ങനെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരുന്നത്? 1/2 റൂട്ട് എക്സ് മൈനസ് 1/3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2/3 പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. യു വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. ഇതിൽ യുവും വിയും പോലെ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? സൈൻ എക്സ്. സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് പ്ലസ് ഇനി വി യു ഡാഷ് എന്നല്ലേ? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഇനി സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താ? മൈനസ് സൈൻ എക്സ്. സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ഇത് നമുക്ക് എന്താ കിട്ടിയത്? സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇത് സൈൻ സ്ക്വയർ എക്സ് ആവത്തില്ലേ? അതുപോലെ തന്നെ ഇത് കോസ് സ്ക്വയർ എക്സും ആകും. അങ്ങനെ നമുക്ക് മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. എങ്കിലും നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ആദ്യം മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിനെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതുക. ഇങ്ങനെ എഴുതി കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം, നമ്മൾ ട്രിഗണോമെട്രിയിൽ കോസ് 2x-നെയും സൈൻ 2x-നെയൊക്കെ നമ്മൾ അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ടേംസിൽ എഴുതാറുണ്ട്. അങ്ങനെ നമ്മൾ കോസ് 2x ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇത് തന്നെയല്ലേ നമുക്കിവിടെ വന്നേക്കുന്നേ? വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 2x. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് 2x. അതോടൊപ്പം തന്നെ ഓർക്കുക, ഇതിനെ 3 രീതിയിൽ എഴുതാം. കോസ് 2x ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്,
2 cos square x മൈനസ് 1, അതുപോലെ തന്നെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, ഇത് മൂന്നും cos 2x ഈക്വൽ ആണ്. അതുപോലെ തന്നെ sin 2x എങ്ങനെ എഴുതാൻ പറ്റും? 2 cos x sin x എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടെ നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sin x ഇൻറ്റു cos എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. നമ്മൾ അവിടെ പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്തത്. യു വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. അതുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ sin x, സെക്കൻഡ് ഫംഗ്ഷൻ cos x. അപ്പോൾ യു വി ഡാഷ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ടു cos x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ sin x വരും. അങ്ങനെ നമുക്ക് sin x ഇൻറ്റു മൈനസ് sin x എന്ന് കിട്ടി, പ്ലസ് cos x ഇൻറ്റു cos x എന്ന് കിട്ടി. ഇതിന് സിംപ്ലിഫൈ ചെയ്ത് മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വന്നു, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് വന്നു. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് cos 2x എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് ചെയ്യുന്നതിൽ എളുപ്പം പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൈൻ സ്ക്വയർ എക്സിനെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതണം. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യത്തില്ലേ? ഇവിടെ രണ്ട് ഫംഗ്ഷനും ഒന്നാണെങ്കിലും ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഏതാ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഏതാ? കോസ് എക്സ്. കോസ് എക്സ് പ്ലസ് വീണ്ടും സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതെങ്ങനെ? രണ്ടും സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഒരുപോലെ വരുന്നത്. അപ്പം നമുക്ക് കിട്ടി സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ്. ഒരു കോസ് എക്സിൻ്റെ കൂടെ മറ്റൊരു കോസ് എക്സും കൂടെ ആഡ് ചെയ്ത് എങ്ങനെ വരിക? 2 സൈൻ എക്സ് കോസ് എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈൻ 2x ഈസ് ഈക്വൽ ടു 2 കോസ് എക്സ് സൈൻ എക്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 2x. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടെ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷനും സെയിം ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്, പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതി. നമ്മളതിനെ ഈ ഫോർമുല വെച്ചിട്ട് സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇത് സൈൻ 2x ആവും. അപ്പോൾ ഓർത്തിരിക്കുക ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് കോസ് 2x, സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ 2x ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു എക്സ് ബൈ സൈൻ എക്സ് ഫൈൻ ഡി വൈ ബൈ ഡി എക്സ്. ഇതെങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ കോഷ്യൻ റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കോഷ്യൻ റൂൾ എന്താ? യു ബൈ വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇതിൽ ഇതാണ് യു, ഇതാണ് വി. therefore dy by dx is equal to ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? വി യു ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. വി സ്ക്വയർ എന്താ? സൈൻ എക്സ് ആണ്, അപ്പം സൈൻ സ്ക്വയർ എക്സ് വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ പോരെ? സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഒന്നുകൂടെ പറയാം. y ഈസ് ഈക്വൽ ടു എക്സ് ബൈ സൈൻ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കോഷ്യൻ റൂൾ ആണ് അപ്ലൈ ചെയ്തത്. ഇനി ഫോർമുല വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആണ്. ആദ്യം വി കണ്ടുപിടിക്കുക, അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ സൈൻ സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. ഫൈൻഡ് ഡെറിവേറ്റീവ്സ്. ഒന്നാമത്തേത് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്, രണ്ടാമത്തേത് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് റേസ് ടു മൈനസ് 1, മൂന്നാമത്തേത് y ഈസ് ഈക്വൽ ടു സൈൻ 2x. ഇതെല്ലാം ആദ്യം നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ലാസ്റ്റത്തെ മാത്രം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് യൂസ് ചെയ്ത്. ഒരു കാര്യം ഓർക്കുക, സൈൻ 2xനെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സൈൻ 2xനെ നമ്മൾ എന്ത് ചെയ്യണം? 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എടുക്കുക, എന്നിട്ട് അത് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. ഇതെന്താ? y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നായിരുന്നെങ്കിൽ
y is equal to x cube എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? dy by dx is equal to 3 into x square. പക്ഷേ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? y is equal to 2x plus 1 the whole cube. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2x plus 1നെ ഒരു x ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എക്സ് ക്യൂബ് എന്നല്ലേ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 3x സ്ക്വയറിന് എഴുതാൻ പറ്റും. പക്ഷേ എക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 2x plus 1 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഈക്വൽ ടു dy by dx is equal to 3 into 3x സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ ഈ എക്സ് അല്ല 2x plus 1. അപ്പോൾ നമ്മൾ 3 into 2x plus 1 the whole square എന്ന് എഴുതാം. തീർന്നോ? ഇല്ല. എങ്ങനെയാ? ഈ 2x plus 1ൻ്റെയും കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇൻറ്റു 2x plus 1ൻ്റെ ഡെറിവേറ്റീവ്. 2x plus 1ൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2xൻ്റെ 2 ആണ്, 1ൻ്റെ 0 ആണ്. അപ്പോൾ ഇൻറ്റു 2 കൂടെ ഉള്ളൂ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ പോരെ? ഈക്വൽ ടു 6 into 2x plus 1 the whole square എന്ന് ആൻസർ വരും. എങ്ങനെയാണ് നമ്മളിത് ചെയ്തതൊന്നുകൂടെ നോക്കാം. ആദ്യം y is equal to 2x plus 1 the whole cube ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ക്യൂബ് ആണ് നമുക്ക് ചെയ്യാൻ അറിയാം. എങ്ങനെയാ? 3x സ്ക്വയർ എന്ന് വരും. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് അല്ല 2x plus 1. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തേക്ക് 2x plus 1 ഇട്ട് കൊടുത്താൽ പോരെ? 3 into 2x plus 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു ഈ 2x plus 1ൻ്റെയും കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 2x പ്ലസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് വരുന്നത്? 2xൻ്റെ 2 ആണ്, 1ൻ്റെ 0 ആണ്. അങ്ങനെ 6 into 2x plus 1 the whole square എന്ന് ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, y is equal to sin x square. അതെങ്ങനെയാണ് ചെയ്യുന്നത്? sin x ആണ്, cos x ആണ് നമുക്കറിയാം. പക്ഷേ sin x square ആണ്. അപ്പം എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്തേക്ക് x square കൊടുത്താൽ മതി. dy by dx is equal to sin xൻ്റെ ഡെറിവേറ്റീവ് എന്താ? cos x. x അല്ല x square വരുന്നത്. cos x square into x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x വരും. വിച്ച് ഈസ് ഈക്വൽ ടു 2x into cos x square. അതാണ് ഇതിൻ്റെ ആൻസർ. ഒരു കാര്യം ഓർക്കുക, 2x ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അബദ്ധവശാൽ x square into 2x നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഇത് രണ്ട് ഫംഗ്ഷൻസ് അല്ല, അത് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ x സ്ക്വയറും 2xും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2xനെ ഇപ്പുറത്തോട്ട് എഴുതിയത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? y is equal to sin x square ആണ്. sin xൻ്റെ ആണ് cos x വരും. പക്ഷേ x അല്ല, x square തന്നിരിക്കുന്നത്. അതുകൊണ്ട് cos x square into d by dx of x square കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു 2x into cos x square എന്ന് ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, y is equal to sec of tan of root x. കുറച്ച് വലുതാണെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഇതിനെ ഒരു എക്സ് ആയിട്ട് നോക്കിക്കേ. ഇതൊരു എക്സ് ആണെങ്കിലോ, സീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ dy by dx is equal to സീക്ക് എക്സ് ആണ് എന്താ വരിക? സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. പക്ഷെ ഇവിടെ എക്സ് ആണോ? അല്ല, ടാൻ റൂട്ട് എക്സ് ആണ്. സീക്ക് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു. ഇനി നമ്മൾ ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് സ്ക്വയർ എക്സ്. പക്ഷെ എക്സ് അല്ല, റൂട്ട് എക്സ് ആണ്, അത് ഓർക്കുക. ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. ഇതോടെ തീർന്നോ? ഇല്ല, ലാസ്റ്റത്തെ റൂട്ട് എക്സിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. നമ്മൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചു. ഏതാ? 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിന് സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഈ സീക്ക് സ്ക്വയറും ഈ സീക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. എന്താ കാരണം? ഇതിനൊരു ഫംഗ്ഷനാണ്, ഇതിന് വേറൊരു ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ ടാൻ ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് റൂട്ട് എക്സ് നമുക്ക് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. ഒന്ന് ഓർക്കുക, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും പുറത്തുനിന്ന് നമ്മൾ തുടങ്ങുക. സീക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അതുപോലെ തന്നെ സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് എന്ന് എഴുതുക. അതിനുശേഷം ടാൻ റൂട്ട് എക്സിൻ്റെ എന്താ ഡെറിവേറ്റീവ്? സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അങ്ങനെ എഴുതി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന വാല്യൂ ആണ് dy by dx. അതായത് നമ്മൾ ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? y plus sin y is equal to cos x ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതിനെന്താ പ്രത്യേകത?
നമ്മൾ സാധാരണ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് വന്നിരുന്നത്? y ഈസ് ഈക്വൽ ടു എക്സ് അല്ലെ y ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു വരും. അപ്പം നമുക്ക് എളുപ്പം dy/dx എഴുതി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യന് ഈ y ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയാലും cos x മൈനസ് sin y അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി അങ്ങനെ വരും. എന്നാലും അവിടെ ഒരു sin y വൈയുടെ ടേം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. y പ്ലസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ഇനി ഇതിനെ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. വൈയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? വൈയുടെ ഡിഫറൻഷ്യൽ എന്താ? dy/dx പ്ലസ് സൈൻ വൈയുടെ എന്താ? സൈൻ എക്സിൻ്റെ ആണ് കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? വൈ ആ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സൈൻ വൈയുടെ കോസ് വൈ എന്ന് എഴുതി. പക്ഷെ തീർന്നിട്ടില്ല. എന്താ കാരണം? നമ്മൾ വൈയെ എക്സ് വെച്ചിട്ടല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വൈയുടെ ഡിഫറൻഷ്യലായ dy/dxും നമ്മൾ എഴുതും. എങ്ങനെയാണ് വന്നത്? സൈൻ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങനെയാണ് വന്നത്? കോസ് വൈ ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു കോസ് എക്സ്. കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് എന്ന് വരും. എങ്ങനെയാണ് വന്നത്? dy/dx പ്ലസ് കോസ് വൈ ഇൻറ്റു dy/dx ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇനി നോക്കിക്കേ, ഇവിടെ രണ്ട് dy/dx ഉണ്ട്. നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. dy/dx ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1 പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്ന dy/dx അല്ലേ? അത് നമുക്കിവിടെ കിട്ടി. ഈ ടേമിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആവത്തില്ലേ? Therefore dy/dx is equal to divided by 1 plus cos y. y plus sin y is equal to cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? അപ്പോൾ മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ. എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യം ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ y എന്ത് വന്നു? എങ്ങനെയായി? dy/dx ആയി. സൈൻ വൈ എങ്ങനെയായി? കോസ് വൈ ഇൻറ്റു സൈൻ എക്സ് ആയിരുന്ന കോസ് എക്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ സൈൻ വൈ ആയതുകൊണ്ട് കോസ് വൈ ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. നമ്മൾ ത്രൂ ഔട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. വൈ എങ്ങനെയായി? dy/dx ആയി. പ്ലസ് സൈൻ വൈ എങ്ങനെയായി? കോസ് വൈ ഇൻറ്റു വൈയുടെ ഡിഫറൻഷ്യൽ കൂടെ നമ്മൾ എഴുതണം. ഇൻറ്റു dy/dx. കോസ് എക്സിൻ്റെ എങ്ങനെയാണ് വന്നത്? മൈനസ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇനി ഈ സൈഡിൽ dy/dx നമുക്ക് പുറത്തോട്ട് എടുക്കാം. എങ്ങനെ വന്നു? dy/dx ഇൻറ്റു 1 പ്ലസ് കോസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇനി ഈ dy/dx ഈസ് ഈക്വൽ ടു എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടേം നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ വന്നു? മൈനസ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് വൈ എന്ന് വന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു സൈൻ വൈ ഫൈൻഡ് y ഡാഷ്. y ഡാഷ് എന്ന് പറഞ്ഞാൽ dy/dx. നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം 2xൻ്റെ ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ് 2 ആണ്. പ്ലസ് 3yയുടെ ആണെങ്കിലോ 3 ഇൻറ്റു 3 കോൺസ്റ്റൻ്റ് ആണ്. 3 പുറത്തോട്ട് എടുത്തു. 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y. അതെങ്ങനെ വരും? 3 ഇൻറ്റു dy/dx ഈക്വൽ ടു സൈൻ വൈ. സൈൻ വൈയുടെ എന്താ? കോസ് വൈ ഇൻറ്റു dy/dx. ഇനി നമ്മൾ എങ്ങനെയാണ് dy/dx കണ്ടുപിടിക്കുന്നത്? കോസ് വൈ dy/dxനെ ഇപ്പുറത്തോട്ട് എടുക്കും. 2വിനെ അങ്ങോട്ട് കൊണ്ടുപോകും. നമുക്ക് കിട്ടി 3 dy/dx ഇസ് മൈനസ് കോസ് വൈ dy/dx. കോസ് വൈ dy/dx ഇസ് ഈക്വൽ ടു 2വിനെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പം മൈനസ് 2 ആയി. ഇവിടുന്ന് നമുക്ക് dy/dx ഔട്ട് സൈഡ് എടുക്കാം അല്ലേ? dy/dx ഇൻറ്റു 3 മൈനസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2വിന് ഡിനോമിനേറ്റർ ആയിട്ട് ഇതിങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ? dy/dx is equal to minus 2 divided by 3 minus cos y. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്? മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് കോസ് വൈ. നമുക്ക് ഒന്നുകൂടെ നോക്കാം എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന്. ക്വസ്റ്റ്യൻ 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു സൈൻ വൈ ഫൈൻഡ് y ഡാഷ് ആണ്. y ഡാഷ് എന്ന് പറഞ്ഞാൽ dy/dx നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 2x 2y 3y 3 ഇൻറ്റു dy/dx ആയി. സൈൻ വൈ കോസ് വൈ ആയി. കോസ് വൈ ഇൻറ്റു dy/dx ആയി. ഈ കോസ് വൈയെ നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. 2വിനെ നമ്മൾ ആ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 3 dy/dx മൈനസ് കോസ് വൈ ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു മൈനസ് 2. ഇവിടുന്ന് നമ്മൾ dy/dx ഔട്ട് സൈഡ് എടുക്കും. dy/dx ഇൻറ്റു 3 മൈനസ് കോസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടി.
ഇവിടെ നമ്മൾ dy by dx എങ്ങനെ എഴുതിയത്? dy by dx is equal to -2 divided by 3 minus cos y. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. x² + y² is equal to 3xy + 5. Find dy by dx. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന ഓപ്ഷൻസ് ആണ്. നമുക്ക് ചെയ്ത് തന്നെ നോക്കാം ഇതിൻ്റെ ആൻസർ എന്താണ്. നമ്മൾ ആദ്യം തന്നെ ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. x² + y² is equal to 3xy + 5. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ത്രൂ ഔട്ട് എക്സ് വെച്ചിട്ട് നമ്മൾ ഇവിടെ നമുക്ക് എക്സ് വെച്ചിട്ടല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് നമ്മൾ എക്സ് വെച്ചിട്ട് തന്നെ ത്രൂ ഔട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താ? 2x പ്ലസ് x²ൻ്റെ 2x, y²ൻ്റെ എന്താ? 2y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താ? dy by dx ഈക്വൽ ടു 3 ഇൻറ്റു 3xyയുടെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 3 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം കോൺസ്റ്റൻ്റ് ആയത്. പക്ഷേ xy പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dy by dx ആണ് വൈയുടെ ഡെറിവേറ്റീവ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 വരും. അപ്പോൾ നമുക്ക് കിട്ടി 2x പ്ലസ് 2y ഇൻറ്റു dy by dx is equal to 3 ഇൻറ്റു x dy by dx പ്ലസ് y. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈം എങ്ങനെയാണ് വരുന്നത്? 3x dy by dx പ്ലസ് 3 ഇൻറ്റു y ഇൻറ്റു 1 y അല്ലേ, പ്ലസ് 3y. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy by dx ആയതുകൊണ്ട് ഈ ടൈം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, ഈ ടൈം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഇംപ്ലൈസ് 2y dy by dx മൈനസ് 3x dy by dx ഈക്വൽ ടു 3y മൈനസ് 2x. നമുക്ക് dy by dx പുറത്തോട്ട് എടുക്കാമല്ലോ. dy by dx ഇൻറ്റു 2y മൈനസ് 3x ഈക്വൽ ടു 3y മൈനസ് 2x. ഇതിൽ നിന്നും dy by dx is equal to 3y മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y മൈനസ് 3x എന്ന് കിട്ടി. ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ടാവും. ഓപ്ഷൻ ഡി 3y മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y മൈനസ് 3x. നമുക്ക് ഒന്നുകൂടെ നോക്കാം എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫംഗ്ഷൻ എടുത്തെഴുതി, എന്നിട്ട് ത്രൂ ഔട്ട് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം 2x പ്ലസ് 2y ഇൻറ്റു dy by dx is equal to 3 ഇൻറ്റു ഈ എക്സ് വൈയെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. എക്സ് ഇൻറ്റു dy by dx പ്ലസ് y ഇൻറ്റു 1 പ്ലസ് 0. 0 എങ്ങനെ വന്നേ? കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ്. ഇനി അതിനുശേഷം നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വന്നത്? 2x പ്ലസ് 2y dy by dx is equal to 3x dy by dx പ്ലസ് 3y പ്ലസ് 3 ഇൻറ്റു y which is equal to 2y dy by dx minus 3x dy by dx is equal to 3y minus 2x. എന്താ ചെയ്തത്? dy by dxൻ്റെ ടേം എല്ലാം ആ സൈഡിലോട്ടും ബാക്കി ടേമുകളെല്ലാം ഈ സൈഡിലേക്കും കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ dy by dx ഔട്ട് സൈഡ് എടുത്തു. എങ്ങനെയാണ്? dy by dx ഇൻറ്റു 2y മൈനസ് 3x 2y മൈനസ് 3x is equal to 3y മൈനസ് 2x. ഇതിൽ നിന്നും dy by dx എങ്ങനെ കിട്ടുന്നത്? ഈ ടേം ഡിനോമിനേറ്റർ ആയിട്ട് വന്നാൽ മതി അല്ലേ. dy by dx is equal to 3y മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y മൈനസ് 3x. അത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. അങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായി നമ്മൾ ഓർത്തിരിക്കേണ്ട 2 റിസൾട്ടുകളാണ്. dy by dx ഓഫ് e raised to x is equal to e raised to x. e raised to xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e raised to x. e raised to xൻ്റെ പ്രത്യേകതയാണ് ഇൻ്റഗ്രലും ഡെറിവേറ്റീവും e raised to x ആയിരിക്കും. ഇനി അടുത്തത് dy by dx ഓഫ് log x. log xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. dy by dx ഓഫ് e raised to x is equal to e raised to x. അതുപോലെ തന്നെ dy by dx ഓഫ് log x is equal to 1/x. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യാം. ഫസ്റ്റ് വൺ y is equal to e raised to മൈനസ് എക്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം e raised to xൻ്റെ ഡെറിവേറ്റീവ് e raised to x ആണെന്ന് നമുക്കറിയാം അല്ലേ. dy by dx is equal to e raised to xൻ്റെ ആണെങ്കിൽ e raised to x എന്ന് നമുക്ക് തന്നെ എഴുതാമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? e raised to മൈനസ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ മൈനസ് എക്സിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ e raised to x എന്ന് തന്നെ വരും. പക്ഷേ
എക്സ് അല്ല മൈനസ് എക്സ്, ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു അതോടൊപ്പം തന്നെ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ് എന്താ, എക്സിൻ്റെ 1 മൈനസ് എക്സിൻ്റെ എന്താവും -1 വരും ഇൻറ്റു -1. അങ്ങനെ നമുക്ക് ആൻസർ എന്താ കിട്ടിയത്, മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ലോഗ് എക്സ്. സൈൻ എക്സിൻ്റെ ആണ് കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ, പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ലോഗ് എക്സ് ആ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, കോസ് ഓഫ് എക്സ് എന്ന് എഴുതായിരുന്നു, പക്ഷെ ഇവിടെ ലോഗ് എക്സ് ആയതുകൊണ്ട് കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇനി എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/x ഇൻറ്റു 1/x വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ക്യൂബ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, dy ബൈ ഡി എക്സ്. ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ ഇവിടെ എക്സ് ക്യൂബ് അല്ലേ. ആദ്യം നമ്മൾ ഇ റേസ് ടു എക്സ് ക്യൂബ്, ഇതിനെ നമ്മളൊരു എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. എക്സ് ക്യൂബിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു. എങ്ങനെ, ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം. ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു n-1. 3 ഇൻറ്റു എക്സ് റേസ് ടു 2-1 എങ്ങനെ വരും, 3-1 എങ്ങനെ വരും, ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു 3x² എന്ന് വരും. ഇതാണ് ആൻസർ. നമുക്ക് ഒന്നുകൂടി ഈ 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത് y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇ റേസ് ടു എക്സ് ആണ്, ഇ റേസ് ടു എക്സ് തന്നെ വരും, പക്ഷെ ഇവിടെ മൈനസ് എക്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇ റേസ് ടു മൈനസ് എക്സ് എഴുതി, എന്നിട്ട് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതി, അതെന്താ 1 വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ലോഗ് എക്സ്. നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. നമ്മൾ എന്താ ചെയ്തത്, കോസ് ഓഫ് ലോഗ് എക്സ് എഴുതി, മൾട്ടിപ്ലൈ ചെയ്തത് എന്താ, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയ 1/x മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആൻസർ ആയിട്ട് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ക്യൂബ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്, അതുപോലെ തന്നെ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ വന്നത്, ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു x² വിച്ച് ഈസ് ഈക്വൽ ടു ഇ എക്സ് ക്യൂബ് ഇൻറ്റു 3x². അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ എന്താ ആദ്യം പഠിച്ചത്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സാണ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. അതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫംഗ്ഷനെ നമ്മൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി അതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്, d² ബൈ dx². ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും രണ്ടാമത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് d² ബൈ dx² അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, dy ബൈ dx ദ ഹോൾ സ്ക്വയർ നോട്ട് ഈക്വൽ ടു d² ബൈ dx². dy ബൈ dx ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ഓർഡർ, അല്ലാതെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്ന കാര്യമല്ല d² ബൈ dx². ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തേത് y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടാൻ എക്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ 3x² പ്ലസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ sec²x. ഇത് ഫസ്റ്റ് ഓർഡർ. നമുക്ക് വേണ്ടത് എന്താ, d² ബൈ dx² ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ഫംഗ്ഷനെ നമ്മൾ ഒരു തവണ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതായത് d² ബൈ dx² ഈസ് ഈക്വൽ ടു ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എങ്ങനെ വരും, 3x². 3x² ഡിഫറൻഷ്യൽ എന്താ 3 ഇൻറ്റു 2x പ്ലസ് sec²xൻ്റെയോ ഇത് സ്ക്വയർ ആണല്ലേ, അപ്പോൾ എങ്ങനെ വരും 2 sec(x) ഇൻറ്റു sec(x)ൻ്റെ ഡെറിവേറ്റീവ് എന്താ sec(x) tan x. 2 sec(x) ഇൻറ്റു sec(x) tan x. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 6x പ്ലസ് ഈ sec(x)ഉം ഈ sec(x)ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലേ, 2 ഇൻറ്റു sec²x ഇൻറ്റു
ടാൻ എക്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടെ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? എക്സ് ക്യൂബ് പ്ലസ് ടാൻ എക്സ്. വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ടാൻ എക്സ്. ആദ്യം നമ്മൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു. എക്സ് ക്യൂബിന്റെ 3x സ്ക്വയർ വരും, ടാൻ എക്സിന്റെ പ്ലസ് 6 സ്ക്വയർ എക്സും വരും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ ഫംഗ്ഷനെ ഒന്നുകൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നത്? 3x സ്ക്വയറിന്റെ 3 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 6 സ്ക്വയർ എക്സ്. 6 സ്ക്വയർ എക്സിന്റെ എങ്ങനെയാണ് വരുന്നത്? 2 sec x ഇൻറ്റു sec എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? sec x tan x ഇൻറ്റു sec x tan x. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 6x പ്ലസ് 2 ഈ sec xും ഈ sec xും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 6 സ്ക്വയർ എക്സ് എന്ന് വരും. 6x പ്ലസ് 2 sec സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് ആൻസർ വരും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. y ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ഫൈൻഡ് ടി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. നമ്മുടെ ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. നമുക്ക് വേണ്ടത് സെക്കൻഡ് ഓർഡറിലുള്ള ഡെറിവേറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മുടെ ഡി വൈ ബൈ ഡി എക്സിനെ ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. 1/xന്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. മൈനസ് 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1/x സ്ക്വയർ. അപ്പോൾ ലോഗ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 1/xും അതുപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് 1/xും വരും. ആദ്യം എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിൻ്റെ ആദ്യത്തെ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 1/x. സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടി ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് 1/x. 1/xന്റെ എന്താ നമുക്കറിയാം? മൈനസ് 1/x സ്ക്വയർ. അപ്പോൾ ലോഗ് എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് മൈനസ് 1/x സ്ക്വയർ. നമ്മൾ ഇന്ന് പഠിച്ചത് ഡിഫറൻസിയേഷനെ പറ്റിയിട്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.